ഇടുക്കി ജില്ലയിൽ അതിതീവ്ര മഴ, ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമായി 2 മരണം. തൊടുപുഴയ്ക്ക് സമീപം അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. മഷിക്കല്ലയിൽ രവിയുടെ ഭാര്യ സുമതിയാണ് മരിച്ചത്. വാഗമൺ കോലാഹലമേട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് വയോധികൻ മരിച്ചു. വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. അതേസമയം ജില്ലയിൽ മഴക്കെടുതികളും രൂക്ഷമാണ്. കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ അണക്കെട്ടുകളുടെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും 6 അടി വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി മുനേറയാണ് ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. ആന്റണി, എങ്ങനെയാണ് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണോ ജില്ലയിൽ? ജീന, ഇപ്പോഴും മഴ തുടരുകയാണ്. ഇക്കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. മഷിക്കല്ലിൽ രവി നാരായണന്റെ ഭാര്യ സുമതിയാണ് മരിച്ചത്. വാഗമൺ കോലാഹലമേട്ടിലുണ്ടായ കനത്ത മണ്ണിടിച്ചിൽ വീട് തകർന്ന് ഒരാൾ മരിച്ചു. വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉൾപ്പെടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. പനംകുട്ടി നേരിമംഗല റോഡിലും പലയിടങ്ങളിലും മണ്ണും മരവും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേവിയാർ പുഴ നിറഞ്ഞൊഴുകിയതിനാൽ ചാറ്റുപാറ, മച്ചിപ്ലാവ്, ദേവിയാർ, 10 മൈൽ എന്നിവിടങ്ങളുടെ വീടുകളിൽ വെള്ളം കയറി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ജില്ലയിൽ വീണ്ടും നിലനിൽക്കുകയാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന നിലയിലാണ്. കല്ലാർ, ഇരട്ടയാർ ഡാമുകൾ നിറഞ്ഞ നിലയിലുമാണ്. ഇതിനിടെ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ തട്ടേക്കണ്ടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങി. ജില്ലയിലെ മലയോര മേഖല ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി യാത്ര ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജീന, ആന്റണി, ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഈ മലയോര മേഖലകൾ ഉൾപ്പെടെ മഴക്കെടുതി രൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത്? പോലീസും ഫയർഫോഴ്സും ജാഗരൂകരായി തന്നെ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ NDRF സംഘവും ജില്ലയിലെ 2 യൂണിറ്റ് ജില്ലയിലെ പല ഭാഗങ്ങളിലായിട്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശക്തമായ മഴക്കെടുതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എല്ലായിടത്തും എത്തിച്ചേരാൻ വേണ്ടി ഹൈറേഞ്ച് മേഖലയിലും ലോ റേഞ്ച് മേഖലയിലും NDRFന്റെ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടർ പറഞ്ഞ പ്രകാരം ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ തക്ക തരത്തിലുള്ള ശക്തമായ പോലീസ് സംഘത്തിന് മുന്നറിയിപ്പ് നൽകുകയും വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ജീന.